വൺസ് അഗെയിൻ ഹലോ ഫ്രം വ്യാജു വിത്ത് ശ്രീ. ഇതിപ്പോൾ കൊച്ചിൻ എയർപോർട്ടാണേ. ഞങ്ങൾ പോകുന്നത് ഡൽഹിയിലേക്കാണ്, ബട്ട് ഡെസ്റ്റിനേഷൻ മനാലിയാണ്. അപ്പോൾ ഇത് ദിവസം ഡിസംബർ 29, 2023 ആണ്. മനാലിയിൽ ന്യൂ ഇയർ ആഘോഷിക്കുക എന്നുള്ളതാണ് ഈ ട്രിപ്പിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഞങ്ങളങ്ങനെ ഡൽഹിയിലെത്തി. അപ്പോൾ വൈകുന്നേരമാണ് ഡൽഹിയിൽ നിന്ന് മനാലിയിലേക്കുള്ള ബസ്. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഡൽഹിയിൽ പകൽ സമയത്ത് കുറച്ചൊന്ന് കറങ്ങി. ഇത് സരോജിനി മാർക്കറ്റാണ്, ചീപ്പായിട്ട് സാധനങ്ങൾ കിട്ടുന്ന സ്ഥലമാണ്. പക്ഷേ അവിടുത്തെ തിരക്ക് കണ്ടില്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പർച്ചേസൊന്നും നടത്താൻ പറ്റിയില്ല. ജസ്റ്റ് ആ ഒരു ഡേ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് കുറച്ചൊന്ന് കറങ്ങി. അപ്പോൾ ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് മജ്നു കാ ടില എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്കാണ് പോകുന്നത്. ഡൽഹി എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഒരു 20-25 കിലോമീറ്റർ ഉണ്ട്. 1 അവർ ട്രാവൽ ചെയ്ത് നമ്മളവിടെ എത്തി. അപ്പോൾ ഞങ്ങളുടെ ബസ്സൊക്കെ റെഡിയായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ബസ്സിൽ ഏകദേശം ഒരു 11-12 മണിക്കൂർ യാത്ര, ഇടയ്ക്കൊക്കെ സ്റ്റേ ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ആയപ്പോൾ മനാലിയിൽ എത്തുകയാണ്. 1 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് ടെമ്പറേച്ചർ. അത്രയും തണുപ്പാണ്. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ വന്നത്. മുന്നേ ഞങ്ങൾ മനാലിയിൽ വന്നത് 2016 ഏപ്രിൽ മാസത്തിലാണ്. അപ്പം ഇത്രത്തോളം തണുപ്പില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഡിസംബറാണ്, ഇത് വിൻ്റർ സീസണാണ്. ഫ്രഷായിട്ട് ലൈവ് മഞ്ഞ് വീഴ്ച ഉണ്ടാകുമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഉണ്ടാകാം എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ വന്നത്. എന്തായിരുന്നാലും ഇപ്പോൾ നമ്മൾ ഈ കാഴ്ചകൾ കണ്ടു പോകുമ്പോഴൊന്നും ലൈവായിട്ടുള്ള സ്നോഫോള് കണ്ടില്ല. പിന്നെ ഇത് ബിയാസ് നദിയാണ്. ഇതാണ് ഈ ഇടക്കാലത്ത് ഭയങ്കരമായിട്ട് വെള്ളം പൊങ്ങി, മഴക്കാലത്ത് വെള്ളം പൊങ്ങി ഒരുപാട് നാശനഷ്ടങ്ങൾ, ഒരുപാട് ജീവനൊക്കെ എടുത്ത സംഭവമൊക്കെ ഉണ്ടായത് മനാലിയിൽ. പക്ഷേ ഒത്തിരി നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി, പല പാലങ്ങളും ഒലിച്ചു പോയി. എന്നാൽ അവർ പെട്ടെന്ന് തന്നെ റീജനറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. കാര്യം ടൂറിസമാണ് അവരുടെ മെയിൻ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നാശനഷ്ടങ്ങളൊക്കെ നികത്തി അങ്ങനെ അവർ ആ പഴയൊരു ലൈഫിലോട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ട്രിപ്പെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ടൂർലെക്സ് ഹോളിഡേയ്സ് ആണ്. ഞങ്ങൾ കഴിഞ്ഞ ഒരു 3 ട്രിപ്പ് ടൂർലെക്സ് ഹോളിഡേയുടെ കൂടെയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അവരുടെ ഡീലിങ്സും ഒക്കെയും വളരെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ബുദ്ധിമുട്ടൊന്നും അങ്ങനെ ഒരു ട്രിപ്പിലും ഞങ്ങൾക്ക് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യവും നമ്മൾ ടൂർലെക്സ് ഹോളിഡേയ്സ് തന്നെയാണ് തിരഞ്ഞെടുത്തത് ട്രിപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അങ്ങനെ മനാലിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് 30-ാം തീയതി രാവിലെ നമ്മളെത്തിയത് ഹോട്ട് എയർ ബലൂണാണ്. അത് മനാലിയിൽ മെയിൻ ഒരു ഐറ്റമാണ്. അങ്ങനെ ഞങ്ങൾ അമാര റിസോർട്ടിലെത്തി. റിസോർട്ട് ഒക്കെ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിരുന്നു ടൂർലെക്സ് ഏജൻസി വഴി. അവർ തന്നെയാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ ട്രാവലിങ്ങും എല്ലാം അവർ തന്നെയാണ് നോക്കിയിരിക്കുന്നത്. ഞങ്ങൾ അവർക്ക് കാശ് കൊടുത്തു. അതും ബഡ്ജറ്റ് ട്രിപ്പുകളാണ് കേട്ടോ ഇതൊക്കെ. അപ്പം കാശ് കൊടുത്തു, ബാക്കിയെല്ലാം അവർ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അമാര റിസോർട്ടിൽ ഞങ്ങളൊരു 11 മണിയൊക്കെ ആയപ്പോഴാണ് എത്തിയത്. എന്നാലും ഒരു രക്ഷയില്ല, ഭയങ്കര തണുപ്പാണ്. അപ്പോൾ അവിടെ വളർത്തുന്ന ഒരു ഡോഗിനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ബാക്കി പലയിടത്തും ട്രിപ്പിന് പോകുമ്പോഴത്തേക്ക് അവിടെയൊക്കെയുള്ള ലോക്കൽ അനിമൽസ് നമ്മളുമായിട്ട് ഒത്തിരി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അപ്രോച്ച് കാണിച്ചിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെയാണ്. ആദ്യമായിട്ട് കാണുന്ന ആ ഒരു ഇതൊന്നും ആയിരുന്നില്ല. അവർ പെട്ടെന്ന് തന്നെ നമ്മളുമായിട്ട് അടുത്തു. മേ ബി ഞങ്ങൾ പെറ്റ് കീപ്പേഴ്സ് ആയതുകൊണ്ടായിരിക്കാം, അനിമൽസിനെ ഒത്തിരി ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കാം, അനിമൽസിന് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാകും എന്നുള്ളതാണ്. അപ്പോൾ ഇത് മിസ്റ്റിയാണ് കേട്ടോ. ഇത് പെൺപട്ടിയാണ്. അവൾക്ക് 3 കുട്ടികളുണ്ട്. തണുപ്പായതുകൊണ്ടായിരിക്കും 3 കുട്ടികളെ അവളിങ്ങനെ ഒരു ഈ റിസോർട്ടിൽ തന്നെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒളിച്ചിങ്ങനെ വെച്ചിരിക്കുക. അപ്പോൾ ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങളിങ്ങനെ റിസോർട്ടിൻ്റെ മുകളിൽ തന്നെ ഒരു വാട്ടർഫാൾസ് ഉണ്ട്. അത് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ എന്നറിഞ്ഞു. പിന്നെ മാത്രമല്ല ഇത് ഡിസംബർ 30 ആയി. ഇന്ന് പാക്കേജ് ഇല്ല, നാളെ പാക്കേജ് സ്റ്റാർട്ട് ചെയ്യും. നാളെ എന്ന് പറഞ്ഞാൽ ഡിസംബർ 31. കാരണം ഈ 29-ാം തീയതി ആണല്ലോ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചത്. അപ്പോൾ 30-ാം തീയതി മനാലിയിൽ എത്തിയിട്ട് ശരിക്കും റെസ്റ്റാണ്, ഒരു ദിവസം റെസ്റ്റാണ്. കാരണം 29-ാം തീയതി രാത്രി മൊത്തം എത്രയോ മണിക്കൂറാണ് നമ്മൾ ഡൽഹിയിൽ നിന്ന് മനാലിയിലേക്കുള്ള ട്രാവലിംഗ് നടത്തിയിരിക്കുന്ന. ഒരു 12-13 മണിക്കൂർ അടുപ്പിച്ച് എന്തായാലും ഉണ്ട്. അപ്പോൾ പൊതുവേ ആ ഒരു ട്രിപ്പ് ഇച്ചിരി ക്ഷീണം ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഇതുപോലത്തെ ട്രിപ്പുകളിലും ഈ ഒരു ദിവസം റെസ്റ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഇപ്പം ഞങ്ങൾക്ക് വലുതായിട്ട് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ആ ദിവസം അവിടെ എത്തിയ ഉടനെ തന്നെ ഈ ഒരു വാട്ടർഫോൾ, സജ്ല വാട്ടർഫോൾ എന്നാണ് എൻ്റെ പേര്. അപ്പം അത് കാണാനായിട്ട് അപ്പോൾ കുറച്ചൊന്ന് നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഞങ്ങൾ എനിക്ക് തോന്നുന്നൊരു 20-25 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും.
അവിടെ എത്താനായിട്ട്. നല്ല കാഴ്ചകളാണ് പോകുന്ന വഴിക്ക്. ഇടയ്ക്കുന്നൊക്കെ പല പല ഈ ഡോഗും ഞങ്ങൾ ഫോളോ ചെയ്തേ. അവിടെയൊക്കെ വളർത്തുന്ന പട്ടികളായതുകൊണ്ടായിരിക്കും അവർ വലിയ അഗ്രസീവ് ഒന്നും അല്ല എന്ന് മാത്രമല്ല ഭയങ്കര ഫ്രണ്ട്ലിയുമാണ്. അപ്പോൾ റിസോർട്ടിൽ 2 പട്ടികൾ നേരത്തെ കണ്ടില്ലേ, അത് ഒന്ന് മിസ്റ്റിയും പിന്നെ ഒന്ന് പമ്മിയും, അതാ പേര്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കറുത്ത പട്ടിയെ കണ്ടില്ലേ, അത് വഴിക്കുന്ന് വന്നതാണ്. അപ്പോൾ കുറേ ദൂരം അവരുടെ ആ ഒരു ടെറിട്ടറിയിൽ അവർ കൂടെ വരുവേ, അത് കഴിഞ്ഞാൽ പിന്നെ അവർ പിന്നെ വരത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രസകരമായിട്ടുള്ള കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ എൻഡിലെത്തി. അപ്പോൾ വരുന്ന വഴിക്കൊക്കെ ഈ ആഹാരം തരുന്ന ചെറിയ ചെറിയ ധാബകളുണ്ട് കേട്ടോ, കടകളുണ്ട്. നല്ല ചൂട് ചായയൊക്കെ കുടിച്ച് അങ്ങനെ വന്നാൽ ഈ തണുപ്പിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. നല്ല തണുപ്പാണ്. അപ്പം ഇതിപ്പോൾ എൻഡായി, ഇതാണ് വെള്ളച്ചാട്ടം. മഴ സമയത്ത് നല്ലോണം വെള്ളം ഉണ്ടാവും. പക്ഷേ ഇത് ശരിക്കും നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു സീനറി, അതുപോലെ ആ തണുപ്പ് എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോൾ ശരിക്കും നമ്മൾ ഒത്തിരി എൻജോയ് ചെയ്തു അവിടെ. അപ്പോൾ അങ്ങനെ അവിടെ ഒരു കടയുണ്ട്. അപ്പോൾ അവിടെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടാണ് ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വന്ന് ആസ്വദിച്ചത്. അപ്പോൾ വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട്. നിറച്ച് ഉരുളൻ കല്ലുകളാണ് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ചൂട് മാഗിയും അതുപോലെ തന്നെ അവിടുത്തെ ചില ലോക്കൽ ഭക്ഷണ സാധനങ്ങളും ഒക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അപ്പം നമ്മുടെ ചൂട് ചായയൊക്കെ ആയിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വെച്ച് തന്നെ ഇങ്ങനെ നമുക്ക് സ്നാക്സൊക്കെ കഴിക്കാം എന്നുള്ളതാണ് പ്രത്യേകത. എന്തായാലും നമ്മൾ എത്ര നടന്നാലും നമുക്ക് എന്താ പറയുക, ആഹാരം കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ വെള്ളം കിട്ടാതിരിക്കുകയോ അങ്ങനൊരു അവസ്ഥ മനാലിയിൽ വരികയില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ സ്ഥലങ്ങളുണ്ട്. ഇതാണ് ശരിക്കും ഇവിടുത്തെ ലോക്കൽ മനാലി ഐറ്റം എന്ന് പറയുന്നത് കേട്ടോ. ഡിഷല്ല, ഒരു സ്നാക്സാണിത്. അപ്പോൾ അതിൻ്റെ പേര് സിദ്ധു എന്നാണ് കേട്ടോ, സിദ്ധു. അപ്പോൾ അവിടെയും കണ്ടോ, അവിടെ ആ കടക്കാരൻ വളർത്തുന്ന പട്ടിയും നമ്മളുമായിട്ട് ഇണങ്ങി. അപ്പോൾ ഞങ്ങളൊരു പാക്കറ്റ് ബിസ്ക്കറ്റൊക്കെ മേടിച്ച് പുള്ളിക്കാരന് കൊടുത്തു. പുള്ളിക്കാരൻ വളരെ സന്തോഷമായിട്ടൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് സിദ്ധുവിൻ്റെ കാര്യമാണ്. അപ്പോൾ അത് മൈദമാവാണോ അതോ ശരിക്കും ആട്ട തന്നെയാണോ എന്നറിയില്ല. എന്തായിരുന്നാലും ടേസ്റ്റി ആയിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് ഇറങ്ങുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ച, ഈ ഒരു കടയിൽ മലയാളത്തിൽ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. सभी महीने आप यही काम करते हैं? सभी महीने आजकल और मई में होता है। हाँ 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 हाँ। बिजनेस मिलता है ना यहाँ? बिजनेस अच्छा बिजनेस है ना? ठीक है। ये बच्चे लोग कहाँ पढ़ रहे हैं? स्कूल है आसपास? गांव में स्कूल है। ये वाला बढ़िया लग रहा है आपको, पिटा गया। कटरा അറിയുന്ന ഹിന്ദിയിലൊക്കെ അവരോടൊക്കെ സംസാരിച്ചു കേട്ടോ. ഇത് ഇപ്പോൾ കണ്ടത് ഉണക്കി വെച്ചിരിക്കുന്ന ആപ്പിളാണ്. അവർ ആപ്പിൾ ചിപ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് മേടിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തി കേട്ടോ, തിരിച്ച് റിസോർട്ടിലെത്തി. അപ്പം അവിടെ പമ്മി വീണ്ടും ഞങ്ങൾക്ക് വേണ്ടി കാത്തു നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവനും ബിസ്ക്കറ്റെല്ലാം കൊടുത്ത് ഏകദേശം ഒരു 3 മണിയോടെയൊക്കെയാണ് എത്തിയത്. ഞങ്ങൾ റെസ്റ്റ് എടുത്തു. അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്കും ന്യൂ ഇയർ ആഘോഷത്തിന് വേണ്ടിയിട്ടുള്ള അലങ്കാരമൊക്കെ ആയിട്ട് റിസോർട്ട് വളരെ ഭംഗിയായിട്ട് അവർ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. രാത്രിയൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല, അത്രയ്ക്കും തണുപ്പാണ്. അതായത് 0ക്കും താഴെയാണ്. പിറ്റേ ദിവസം രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മണിക്ക് തന്നെ ഞങ്ങൾ പുറപ്പെട്ടായിരുന്നു. ആലോചിക്കുക, അത്രയും തണുപ്പത്ത് ജാക്കറ്റൊക്കെ ഇട്ട് ഞങ്ങളങ്ങനെ 5 മണിക്ക് പുറപ്പെട്ടു. കറക്റ്റ് സമയങ്ങളിൽ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 9 കിലോമീറ്റർ 9.2 കിലോമീറ്റേഴ്സോളം വരുന്ന അടൽ ടണൽ, റോത്താങ്ങിലുള്ള അടൽ ടണലിലൂടെ ഞങ്ങൾ എത്തി. അപ്പോൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അപ്പം ഞങ്ങൾ വരുന്ന വഴിക്ക് ഇത്രയും തണുപ്പത്തിടാൻ പ്രത്യേകിച്ച് ഡ്രസ്സസ് ഉണ്ട്. അതൊക്കെ ഞങ്ങൾ റെൻറ്റിലാണ് എടുക്കുന്നത് കേട്ടോ. അതൊക്കെ നമുക്ക് റെൻറ്റിലെടുക്കുന്ന ഒരുപാട് കടകളുണ്ട് വരുന്ന വഴിക്കൊക്കെ. അപ്പോൾ അതൊക്കെ ഇട്ടാണ് ഞങ്ങളിവിടെ വരുന്നത്. അതൊന്നും ഇല്ലാതെ നമുക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സ്വെറ്ററോ അല്ലെങ്കിൽ ജാക്കറ്റോ ഒന്നും മാത്രം പോരാ ഈ തണുപ്പ് സഹിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് ഇവിടെ എത്തിയത്. അടിപൊളി കാഴ്ചയാണ് കേട്ടോ ഇവിടെ നിന്നുകൊണ്ട് നോക്കിയാൽ.
നമ്മളിപ്പം കൊക്സാർ എന്ന് പറയുന്ന ഒരു വ്യൂ പോയിൻറ്റിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോഴത്തേക്കും ഞങ്ങൾ ഗുലാബ, അതുപോലെ ഷിംല, കുല്ലു, ഗുലാബ ഇവിടെയൊക്കെ ആയിരുന്നു മെയിനായിട്ട് ഞങ്ങൾ പോയ ട്രിപ്പ് സ്പോട്ടുകളെന്ന് പറയുന്നത്. ഇപ്രാവശ്യം വ്യത്യാസമുണ്ട്. ഇപ്പോൾ കൊക്സാർ എന്ന് പറഞ്ഞിട്ട് മഞ്ഞുമൂടി കിടക്കുന്ന മലകളുള്ള ഒരു സ്പോട്ടിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നൊരു 6:30-7 മണി അടുപ്പിച്ചിട്ട് ഉണ്ടാവുമായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ അവർ നമ്മൾ വാടകയ്ക്ക് എടുത്ത് നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അല്ലാണ്ട് അതിട്ടിട്ട് പോലും തണുപ്പ് സഹിക്കാൻ വയ്യ. പക്ഷേ ഈ പറഞ്ഞ പോലെ അകത്ത് കയറുമ്പോൾ തന്നെ കയറി നടക്കുന്ന വഴികളിലൊക്കെയും ഇതുപോലത്തെ ചെറിയ ചെറിയ ചായക്കടകളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈ ചൂട് ചായ കുടിക്കാതെ നമ്മളെപ്പോലുള്ളവർക്ക് നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ, അത്രയും തണുപ്പാണ്. പക്ഷേ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു തണുപ്പാണ്. പിന്നെ പ്രഷർ കുറവാണ്, അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഞങ്ങൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ട്രിപ്പ് പോകുന്നതുകൊണ്ടായിരിക്കാം നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ കുറച്ച് നേരമൊക്കെ ഞങ്ങളിങ്ങനെ കറങ്ങി. അപ്പോൾ ഐസിലോട്ടൊന്നും നമ്മളങ്ങനെ കളിക്കാനൊന്നും ഇറങ്ങില്ല, കാരണം അത് നമ്മളൊരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ട്രിപ്പുകളിലൊക്കെ കാശ്മീരിലൊക്കെ പോയപ്പോഴൊക്കെ നല്ല ലൈവ് ഐസായിരുന്നു, നമുക്ക് നന്നായിട്ട് കളിക്കാനൊക്കെ പറ്റുന്ന ഐസായിരുന്നു. ഇതിപ്പോൾ ഓൾറെഡി വീണ് കെട്ടിക്കിടക്കുന്ന ഐസാണ്. അപ്പോൾ ഇതുവരെയും ഞങ്ങൾ മനാലിയിലെത്തിയിട്ട് ഇപ്പം രണ്ടാമത്തെ ദിവസമാണ്, മൂന്നാമത്തെ ദിവസമായി. പക്ഷേ ഇതാണ് കൊക്സാർ. മൂന്നാമത്തെ ദിവസമല്ല, രണ്ടാമത്തെ ദിവസം. പക്ഷേ ലൈവ് സ്നോ ഇതുവരെയും പെയ്തിട്ടില്ല. അപ്പോൾ അത് കാരണം അവിടെയൊക്കെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ സോനാങ് വാലിയിലെത്തി. അപ്പോൾ അവിടെ സിപ്പ് ലൈനുണ്ട്. അപ്പം മുന്നത്തെ ഇത് വ്ളോഗൊക്കെ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയായിരിക്കും. ഞാൻ മേഘാലയയിൽ പോയപ്പോഴും അതുപോലെ അതിന് മുന്നേ വാഗമണ്ണിലും ഒക്കെ സിപ്പ് ലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ മൂന്നാമത്തെ സിപ്പ് ലൈൻ എക്സ്പീരിയൻസ് ആണ്. ദൈവവുമായിട്ടൊക്കെ ആദ്യമായിട്ടാണ് സിപ്പ് ലൈനിൽ പോകുന്നത്. സാമാന്യം ഞാൻ മേഘാലയയിലൊക്കെ സിപ്പ് ലൈനിൽ പോയതിനേക്കാളും കുറച്ചും കൂടെ ഡെപ്ത് കുറവാണ്. മേഘാലയയിൽ ശരിക്കും നല്ല ഡെപ്തുള്ള സ്ഥലത്തായിരുന്നു, വാലിയിലായിരുന്നു ശരിക്കും സിപ്പ് ലൈൻ ചെയ്തത്. അത് കുറച്ച് റിസ്ക് ആയിരുന്നു. ഇത് വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഡെപ്ത് കുറവാണെന്നേ ഉള്ളൂ. ബട്ട് എൻജോയ് ചെയ്തു, ആ തണുപ്പും കാഴ്ചകളും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്തു. പിന്നെ അവർ തന്നെ ഈ ഗോപ്രോ തന്നിട്ടുണ്ടായിരുന്നേ നമ്മൾ ഈ വീഡിയോ എടുക്കാനായിട്ട്. അതിന് നമുക്ക് എക്സ്ട്രാ മണി കൊടുക്കണമായിരുന്നു. ഇതുപോലെ എന്ത് ആക്ടിവിറ്റി ചെയ്താലും എക്സ്ട്രാ മണി കൊടുക്കണം, അത് ഒരിതാണ്. ആ എക്സ്ട്രാ മണി നമുക്ക് ഈ നമ്മുടെ ഈ ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. ഏജൻസി നമുക്ക് അറേഞ്ച് ചെയ്ത് തരുന്ന ആ ഒരു ഇറ്റിനറിയിൽ ആ എക്സ്ട്രാ പേയ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡഡ് അല്ല. നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, നമുക്കത് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ സിപ്പ് ലൈനാണ് തിരഞ്ഞെടുത്തത്. വേറെ ഒക്കെയുള്ള ആക്ടിവിറ്റീസുണ്ട്. അപ്പം അജിത്തും അങ്ങനെ പോയി സിപ്പ് ലൈനിൽ. സോ ന്യൂ ഇയർ ഈവാണ്. ഞങ്ങൾ ട്രിപ്പെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം എത്തി, ഫ്രഷായി. അപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും കോംപ്ലിമെൻ്ററിയാണ്. ഇറ്റിനറിയിൽ ഈ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും കോംപ്ലിമെൻ്ററിയാണ്. അപ്പോൾ ന്യൂ ഇയർ ഈവിൻ്റെ ആഘോഷമൊക്കെ ഈവനിങ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ 12 മണിക്ക് വരെയൊക്കെ ഇരുന്നിട്ട് ന്യൂ ഇയർ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക. അപ്പോൾ കേക്ക് കട്ടിങ്ങൊക്കെ ഉണ്ട് റിസോർട്ടിൽ, ആഘോഷങ്ങളാണ്, അതൊക്കെ പങ്കെടുത്തിട്ട് മാത്രമേ പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ വന്നതെങ്കിലും ഞങ്ങൾക്കത് പറ്റിയില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര
തണുപ്പ്, സഹിക്കാൻ പറ്റാത്ത തണുപ്പും അതുപോലെ തന്നെ പകൽ സമയം മൊത്തം നമ്മൾ ട്രിപ്പൊക്കെ നടത്തിയതിൻ്റെ ആ ഒരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. 3 പേർക്കും നല്ലതുപോലെ ഉറക്കം വന്നിട്ട് ഒരു 10-10:30 ആയപ്പോൾ തന്നെ പോയി ചെന്ന് കിടന്നുറങ്ങി. പക്ഷേ കിടക്കുമ്പോഴത്തേക്കും ഞങ്ങൾ പറഞ്ഞിട്ട് കിടന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 12 മണിക്ക് എണീക്കാമെന്നൊക്കെ ആയിരുന്നു. പക്ഷെ നടന്നില്ല. പക്ഷേ പിറ്റേ ദിവസം, അതായത് 2024 ജാനുവരി 1 രാവിലെ തന്നെ ഞങ്ങളുടേതായ ചെറിയൊരു സെലിബ്രേഷനൊക്കെ നടത്തി. കേക്കൊക്കെ വരുത്തിച്ചു, ഹാപ്പി ന്യൂ ഇയർ ഒക്കെ എഴുതി. ഞങ്ങൾ കേക്ക് കട്ടിങ് ഒക്കെ നടത്തി അങ്ങനെ ആഘോഷിച്ചു. എന്നിട്ട് ഞങ്ങൾ ആ ദിവസത്തെ ട്രിപ്പിന് വേണ്ടി ഇറങ്ങി. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഹംദ പാസിലേക്കാണ്. ഹംദ പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 14,800 ഫീറ്റ്, 14,800 അടി പൊക്കമുള്ള ഒരു വ്യൂ പോയിൻ്റാണ്. അപ്പോൾ ഹംദ പാസിനെ പറ്റി ഞങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. വളരെ നല്ല ഒരു വ്യൂ പോയിൻ്റാണ്. ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ലൈവ് സ്നോഫോൾ ഉണ്ടാവും. പക്ഷേ ഇവരുടെ വെതർ മോശമാകുമ്പോഴത്തേക്കുമാണ് ഈ സ്നോഫോൾ വരുന്നത്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം വെതർ നല്ല ക്ലിയറാണ്, ഭയങ്കര തണുപ്പാണെന്നേ ഉള്ളൂ. ലൈവ് സ്നോഫോൾ നമുക്കിതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. ഇനി അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ഹംദ പാസ് നല്ല സീനറിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്കാണ് ഈ ദിവസം. അപ്പോൾ ഈ ദിവസം മൊത്തം അവിടെ വേണ്ടി വരും. നമുക്കൊരു അത്രയും കുറച്ച് ദൂരോട്ടാണ്, നമുക്ക് അത്രയും ഹെയർ പിൻ വളവുകളുണ്ട്, അതെല്ലാം കയറിയാണ് നമുക്ക് മുകളിലേക്ക് പോകേണ്ടത്. അപ്പോൾ 39 ടേണിംഗ് ആണുള്ളത് കേട്ടോ, ഹെയർ പിൻ വളവുകളാണുള്ളത്. അപ്പോൾ ഡ്രൈവർ വളരെ നല്ല ഡ്രൈവറായിരുന്നു. നമുക്കൊത്തിരി കെയർഫുള്ളായിട്ട് അദ്ദേഹം ഡ്രൈവ് ചെയ്ത് ഞങ്ങളിങ്ങനെ ഹംദ പാസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഹംദ പാസിലെത്തി. ഹംദ പാസിലെ ലാസ്റ്റ് പോയിന്റിലെത്തിയിരിക്കുകയാണ്. ഹംദ പാസ് എന്ന് പറയുമ്പോഴത്തേക്കും മണാലിയിൽ നിന്ന് 14,800 ഫീറ്റ് ഹൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വെതർ മോശമാകുമ്പോഴാണ് ഇവിടെ സ്നോഫോൾ വരുന്നത്. അപ്പോൾ നമ്മൾ സ്നോഫോൾ പ്രതീക്ഷയാണ് വന്നത്, പക്ഷേ വെതർ മോശമല്ല, നല്ല വെതറാണ്. ഇപ്പോൾ സ്നോഫോൾ കാണുന്നില്ല. അപ്പോൾ സ്നോഫോൾ വരുന്നതാണ് ശരിക്കുള്ള പോയിന്റുകളെന്ന് ഇവരിവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയും ഹൈറ്റിൽ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇനി കാണാതെ. അങ്ങനെ പിറ്റേ ദിവസം, അതായത് ജാനുവരി 2 ഞങ്ങൾ
ചെക്കൗട്ട് ചെയ്തു. തിരിച്ചു പോകാനുള്ള പുറപ്പാടാണ്. ഹിഡിംബ ടെമ്പിളിൽ പോകാൻ പറ്റിയില്ല, അവിടെ എന്തോ ആഘോഷമൊക്കെ ആയതുകൊണ്ട്. സോ 2016 ഫോട്ടോസാണ് ഞങ്ങൾ ഹിഡിംബ ടെമ്പിളിൽ പോയ ഫോട്ടോസാണ് നേരത്തെ കാണിച്ചത്. ഇതിപ്പോൾ ഞങ്ങൾ സിറ്റി ടൂറാണ്. ഞങ്ങൾ കുല്ലൂലേക്ക് വന്നിട്ട് കുല്ലൂലെയും അതുപോലെ മനാലി സിറ്റി ടൂർ. അപ്പോൾ അവിടെ ഒരു ബുദ്ധ മൊണസ്ട്രി ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കറങ്ങി അവിടുത്തെ കാഴ്ചകളാണിതൊക്കെ. അവിടുന്ന് പിന്നെ നമ്മൾ മനാലി മോൾ റോഡിലേക്കാണ് പോയത്. അവിടെയും നല്ല കാഴ്ചകളും ഒക്കെയാണ്, ഒത്തിരി മാർക്കറ്റുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള സ്ട്രീറ്റ് ഫുഡ് അങ്ങനെയുള്ള ഐറ്റംസ്, അവിടുത്തെ ലോക്കൽ സ്നാക്സ്, അതുപോലെ തന്നെ ഡ്രസ് ഐറ്റംസ് ഒക്കെ ഉള്ളനായിരിക്കുമേ. അങ്ങനെയൊക്കെയുള്ള കടകളുടെ ഇടയിലൂടെയൊക്കെയാണ് നമ്മൾ മോൾ റോഡിലേക്ക് പോകുന്നത്. ഇപ്പോൾ സാധാരണ ഇതുപോലെ ട്രിപ്പ് ചെയ്യുന്ന ആൾക്കാർ, മീൻസ് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ അവിടുത്തെ ലോക്കലായിട്ടുള്ള ഭക്ഷണം കഴിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു ഉദ്ദേശമൊക്കെ അവർക്ക് ഉണ്ടാവും. പല ട്രാവൽ വ്ളോഗുകളിലും നമ്മളതാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ അതിൽ നിന്ന് ഒക്കെ വ്യത്യസ്തരായിട്ട് എവിടെ പോയാലും ആദ്യം സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളുണ്ടോ, പ്രത്യേകിച്ച് കേരള റെസ്റ്റോറൻറ്റുകളുണ്ടോ എന്ന് തപ്പി നടക്കുന്നവർ. ആ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പറ്റുകയില്ല. കേരള ഫുഡ് തന്നെ വേണം. അത് കിട്ടുന്നില്ല എങ്കിൽ നമ്മുടെ ഭക്ഷണം ഫ്ലോപ്പാകും എന്നുള്ളതാണ്. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിരിക്കും ഭക്ഷണം. അപ്പോൾ പണ്ട് തായ്ലൻഡിൽ പോയപ്പോൾ അവിടെ ശരിക്കും ബാക്കിയെല്ലാം നല്ല രസമായിരുന്നു, പക്ഷേ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വളരെ കഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങൾ താമസിച്ച റിസോർട്ടുകളുടെ അടുത്തൊക്കെ കേരള റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ആണ് അന്നത്തെ തായ്ലൻഡ് ട്രിപ്പ് വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് പോയത്. അപ്പോൾ അങ്ങനൊരു ഡിമെറിറ്റ് ഈ ട്രാവൽ വ്ളോഗുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ലോക്കൽ ഭക്ഷണം കഴിക്കുക അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് നമുക്ക് തരാനൊരു നിർവാഹവും ഇല്ല. അപ്പോൾ എനിവേ നമ്മൾ ഈ മോൾ റോഡിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ തിരക്കുണ്ട്. ഇപ്പോഴ് ശരിക്കും ഒരു ഉച്ച സമയമായി കേട്ടോ. എന്നാൽ പോലും നമുക്ക് ഇതില്ലാതെ സ്വെറ്റർ മാത്രം പോരാ, ജാക്കറ്റില്ലാതെ നടക്കാൻ പറ്റില്ല, അത്ര തണുപ്പാണ്, നമുക്ക് സഹിക്കില്ല. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവിടുത്തെ ബേക്കറി സ്വീറ്റ്സ് ഇതെല്ലാം ഇങ്ങനെ തുറന്നാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അതൊന്നും അവർക്കൊരു മാറ്ററല്ല. പിന്നെ ഈച്ച അങ്ങനത്തെ ഉറുമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല, കാരണം ഇത്രയും തണുപ്പിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇൻസെക്ട്സിനെ ഒന്നും തന്നെ നമ്മളവിടെ കണ്ടില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ മോൾ റോഡൊക്കെ കറങ്ങി ഞങ്ങൾ ഏകദേശം വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഒരു 2 മണിയൊക്കെ ആയിട്ട് ആണ് ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിൽ നമ്മളെത്തുന്നത്. അപ്പം ഇവിടെ കംപ്ലീറ്റ് ജിംനോസ്പേംസ് ആണ് കേട്ടോ, പ്രത്യേകിച്ച് ദേവദാരു മരങ്ങളാണ്. ഒത്തിരി കാലപ്പഴക്കമുള്ള മരങ്ങളാണ്, ഒത്തിരി വിലപിടിപ്പുള്ളതുമാണ്. അപ്പം ഹൈലി കൺസേർവ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണിത്. പാസ്സൊക്കെ എടുത്ത് വേണം നമ്മളകത്ത് കയറാൻ. ഇപ്പോൾ ഒരു സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട്. സ്വിമ്മിങ് പൂളല്ല, സോറി, ഈ ബോട്ടൊക്കെ ഇങ്ങനെ പെഡൽ ബോട്ട്സൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലം. ഞങ്ങൾ കുറച്ചൊക്കെ കറങ്ങി. ഇതിപ്പോൾ ഒത്തിരി നടക്കാനുണ്ട് കേട്ടോ, എത്രയോ കിലോമീറ്റർ നടന്ന് കറങ്ങി വരാനാണ്. അപ്പോൾ ശരിക്കും ഇവിടെ ഞങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വണ്ടി എന്ന് പറഞ്ഞാൽ മനാലിയിൽ നിന്ന് തിരിച്ച് മജ്നൂക്ക ടിലായിലോട്ടാണ് വോൾവോ ബസ്. അപ്പോൾ അത് 7 മണിക്കാണ് പറഞ്ഞിരുന്നത്. അവർ 7 മണിയെന്ന് പറഞ്ഞാലും 8-8:30 ആവും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അന്യായ തണുപ്പാണ് ആ സമയത്ത് പോലും. ഇപ്പം അവിടെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. അപ്പോൾ ഞങ്ങളിങ്ങനെ പണ്ട് 2016 ഇതുപോലെ മനാലിയിൽ വന്നപ്പോൾ എടുത്ത ഫോട്ടോസൊക്കെ കാണിച്ചു എന്നേ ഉള്ളേ. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം അതായത് 3-ാം തീയതി ഡൽഹിയിലെത്തി. അപ്പോൾ അവിടെ വൈകുന്നേരമാണ് ഫ്ലൈറ്റല്ല, രാത്രിയാണ്, 8:30 ഫ്ലൈറ്റ് കൊച്ചിയിലോട്ട്. അപ്പോൾ അതാണ് അന്ന് ഡൽഹിയിലൊന്ന് കറങ്ങി കേട്ടോ. കുത്തബ് മീനാറും ഇന്ത്യ ഗേറ്റും ഒക്കെ ഒന്ന് കറങ്ങി.
അപ്പോൾ ഡൽഹിയിലാണെങ്കിലും തണുപ്പാണ്, മണാലിയുടെ അത്രയില്ല, ഒരു 13 ഡിഗ്രി 14 15 വരെയൊക്കെ, ഉച്ച സമയത്ത് പോലും 15 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഉള്ളൂ കേട്ടോ. അവിടെ നമുക്ക് സ്വെറ്ററോ അല്ലെ ജാക്കറ്റോ ഒന്നും ഇല്ലാതെ നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല, നല്ല തണുപ്പാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വരുമ്പോൾ ഏപ്രിൽ മാസമാണ് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. താജ്മഹലൊക്കെ അയ്യോ 40 ഡിഗ്രി കൂടുതലുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം ആ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് പിടിച്ച ഓർമ്മകളാണ്. അപ്പോൾ അതിൽ നിന്ന് വിപരീതമായിട്ട് നല്ല തണുത്തൊരു അന്തരീക്ഷവും നല്ലൊരു ആംബിയൻസ് ആയിരുന്നേ. അങ്ങനെ കുത്തബ് മീനാറിൻ്റെ അടുത്തൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ സമയം കുറച്ച് ചിലവിട്ടു. അങ്ങനെ മണാലിയിലെയും ഡൽഹിയിലെയൊക്കെയുള്ള കുറച്ച് നല്ല ഓർമ്മകളുമായിട്ട് ഇപ്രാവശ്യത്തെ ട്രിപ്പ് ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനിയും കൂടുതൽ ട്രിപ്പുകൾ നടത്താനും അതുപോലെ ഇതുപോലുള്ള വ്ളോഗുകൾ തയ്യാറാക്കാനും നിങ്ങളുടെ സപ്പോർട്ട് കിട്ടാനും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എല്ലാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.